ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അല്ലു ദി നേച്ചർ വ്ളോഗ്. ഇപ്പോൾ ഒരു വ്ളോഗുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിട്ട് ഒരുപാട് ആളുകളായി. കാരണം എന്താ വെച്ചാൽ 2-3 മാസങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ചൂടും വരൾച്ചയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊന്നും പച്ചപ്പോ ഹരിതാവയോ ഒന്നും ഇല്ലാതെ കാരണം എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ മഴയില്ലാതെ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കൊരു റോഡ് ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പം ഞാനും എൻ്റെ വണ്ടിയും കുറച്ച് നാൾ റെസ്റ്റിലായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ വരുന്നതാണ്. എൻ്റെ ഫിസിക്കൽ പ്രോബ്ലങ്ങൾ മാറിക്കഴിഞ്ഞിട്ട് ലോങ് ട്രിപ്പുകളും ഹൈ റേഞ്ച് ട്രിപ്പുകളൊക്കെ വരുന്നതാണ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അത് ഒരുപാട് കൂടുതലാണ്, അതുകൊണ്ട് അത് മാറിയുന്നത് വേറെ മൂടാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനായിട്ട് കേട്ടോ. ഇവിടെ ഈ കാറ്റാടിക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. കാറ്റാടിക്കൂട്ടം ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മാരാരിക്കുളം ബീച്ചിലെത്തിയിരിക്കുക കേട്ടോ. നമ്മുടെ സൈക്കിൾ അവിടെ വെച്ച്, ഞാനിന്ന് സൈക്കിളിലാണ് വന്നു കേട്ടോ. സൈക്കിൾ അവിടെ വെച്ച് നമ്മളത് പതുക്കെ ബീച്ചിലേക്ക് നടക്കുവാണ്. മാരാരിക്കുളം ബീച്ച് ആലപ്പുഴ ടൗണിൽ നിന്ന് 11 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു കിഡിലൻ ബീച്ചാണ് കേട്ടോ. ആലപ്പുഴ ബീച്ചിന് അടുത്തുള്ള ബീച്ചാണെങ്കിൽ കൂടി അവിടെ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമായിട്ട് ഭയങ്കര ശാന്തതയുണ്ട്. കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു ബീച്ചാണ് മാരാരിക്കുളം ബീച്ച്. ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനോ കുറച്ച് നേരം ഇരുന്ന് മഴയോ കാറ്റാ വെയിലോ ഒക്കെ ഏൽക്കാതിരുന്ന് ചില്ലടിക്കാനും പറ്റിയൊരു വിശ്രമ കേന്ദ്രമൊക്കെ ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ബീച്ചിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഈ നമ്മൾ ബീച്ചിലേക്ക് വരുന്ന റോഡിൻ്റെ ഇരു സൈഡുകളിലായിട്ട് നമുക്ക് വാഹനങ്ങൾ, 2 വീലർ ആണെങ്കിലും കാറാണെങ്കിലും മറ്റ് വണ്ടികളാണെങ്കിലും പാർക്ക് ചെയ്യാനുള്ള നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ. കടൽക്ഷോഭമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം കേട്ടോ. കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം കടലിൽ വന്ന് ആർമാദിച്ച് ഉല്ലസിച്ച് പോകാൻ ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത് അല്ലേ? അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കിഡിലൻ ബീച്ചാണ് മാരാരി ബീച്ച്. ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കാനാണെങ്കിലും കരിക്കും വെള്ളം കുടിക്കാനാണെങ്കിലും ചായ കുടിക്കാനാണെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സിനൊക്കെ ഉള്ള ഒരുപാട് കടകൾ ഇവിടെ അവൈലബിൾ ആണ്. അത് കാരണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഞാൻ ബീച്ചിലൂടെ നടന്നു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കണ്ട ഒരു ബോർഡാണ് കേട്ടോ. മാരാരി ബീച്ച് ഹരിത വിനോദസഞ്ചാര കേന്ദ്രം. നമുക്ക് മുമ്പേ ഇവിടെ സഞ്ചാരികൾ വന്നിരുന്നു, നമുക്ക് ശേഷവും സഞ്ചാരികൾ ഇവിടെ എത്തണമെന്നാണ് ആ വാക്കുകളിൽ കാണുന്നത്. എത്ര ഒരു മീനിങ് ഫുള്ളായ വാക്കുകളാണല്ലേ അത്. നമ്മൾ കാണുന്ന പൊതുവേ കാണപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഒരു അതിപ്രസരം ഭയങ്കരമായിട്ട് കൂടുതലാണ്. പിന്നെ ബീച്ചിന് അടുത്തായിട്ട് തന്നെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റൊക്കെ ഉണ്ട്. നമുക്ക് കടലിലൊക്കെ കുളിച്ച് വസ്ത്രമൊക്കെ നനഞ്ഞിരിക്കുകയാണെങ്കിൽ മാറ്റാനുള്ള സൗകര്യമുണ്ട്. ടോയ്ലറ്റ് ആവശ്യങ്ങൾക്ക് നിർവഹിക്കാനുള്ള സ്ഥലമുണ്ട്. എല്ലാത്തിനും ഇവിടെ സൗകര്യമുണ്ട് കേട്ടോ. ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഇവിടെ CCTV ഒക്കെ ഉണ്ട് കേട്ടോ. പൊന്തുവെള്ളത്തിലേ മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന ടീമാണ് കേട്ടോ. പക്ഷേ പുള്ളിക്കാരൻ്റെ വള്ളം മറിഞ്ഞുപോയി. കുഴപ്പമില്ല, വള്ളം മറിഞ്ഞുള്ളൂ, ആർക്കും പുള്ളിക്കാരന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. മറ്റുള്ളവരത് വലിച്ച് കരയൊക്കെ ആയിരുന്നു കേട്ടോ.
കടൽ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ? ഇതാണ് പുള്ളിക്കാരന് കിട്ടിയ കോള് കേട്ടോ. ഓക്കെ, തിര കൂടുതലാണ്. തിരക്ക് അത്യാവശ്യം പവറുണ്ട്. എനിക്ക് നല്ല ഫീല് വരുന്നുണ്ട്. നേരത്തെ ബോട്ട് നല്ല വെള്ളം കരക്കോട്ട് കൊണ്ടുപോയാൽ ഇതും അങ്ങ് കൊണ്ടുപോകണേ. ഇപ്പം നമ്മൾ കണ്ട ആ മച്ചന്മാരിത് ഇവിടെ വല അഴിച്ചിട്ട് മീനെടുക്കോട്ടാണ്. നല്ല ഫ്രഷ് മീനാണ്, ചെമ്മീനാണ്. ചെമ്മീനുണ്ട്, മത്തിയുണ്ട്. ഇതുണ്ടോ, നല്ല അടിപൊളി പച്ച മത്തിയ. വാവ്. അതേപോലെ തന്നെ ചെമ്മീൻ ഈ കൈ കൊണ്ട് പിടിക്കാൻ വീശ. വേറെ മൂടാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. ഇവിടെ ഈ കാറ്റാടിക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. കാറ്റാടിക്കൂട്ടങ്ങൾക്കിടയിലിരുന്ന് കാറ്റ് കൊള്ളാനും ചില്ലടിച്ചിരിക്കാനും എല്ലാം പറ്റിയൊരു അടിപൊളി ലൊക്കേഷനാണ് മാരാരി ബീച്ച്. ഈ കാറ്റാടിക്കൂട്ടങ്ങൾക്കിടയിലുള്ള ഒരുപാട് കപ്പിൾസുകളും ഫാമിലി ആയിട്ടാണെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇരിപ്പുണ്ട് കേട്ടോ. അവരെയൊന്നും ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ഒരുപാട് നേരം കടപ്പുറത്തൂടെ ബീച്ചിലൂടെ നടക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇതേപോലുള്ള കസേരകളൊന്നും ഉണ്ടോ. 2 കസേരക്ക് 1 മണിക്കൂറത്തേക്ക് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അരമണിക്കൂറത്തേക്ക് മതിയെങ്കിൽ 50 രൂപ കൊടുത്താൽ മതി. നിങ്ങൾ ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊരു പൊഴിയാണത്. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ വെള്ളമെല്ലാം കടലിലേക്ക് ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ പൊഴി എന്ന് പറയുന്നത്. അതാണ് ഈ കാണുന്നത്. മാരാരി ബീച്ചിലെ പൊതുവേ നമ്മൾ ലോക്കൽ ടൂറിസ്റ്റുകളെക്കാളും കൂടുതൽ ഫോറിൻ ടൂറിസ്റ്റുകളാണ് വരുന്നത് കേട്ടോ. ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് പൊതുവേ സീസണായിട്ട് പറയപ്പെടുന്നത്. എന്നാലും ലോക്കൽ ടൂറിസ്റ്റുകളൊക്കെ ഏകദേശം വരുന്നുണ്ട്. ശനി ഞായറൊക്കെ അത്യാവശ്യം നല്ല റഷായിരിക്കും ഇവിടെ. എന്നിരുന്നാലും ആലപ്പുഴ ബീച്ചിനേക്കാളുമൊക്കെ ക്രൗഡ് വളരെ കുറവായിരിക്കും. അത്യാവശ്യം നല്ല വൈഡ് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ. അത് കാരണമാണ് പൊതുവേ എന്താ പറയുക സമാധാനപരമായ ബീച്ചാണെന്നത് പറയപ്പെടുന്നത്. ബീച്ചിൽ മൊത്തത്തിൽ കുന്തവള്ളക്കാരിപ്പം കരയിൽ കയറ്റിയിട്ടാണ് അതിൽ മീനെല്ലാം സോർട്ട് ചെയ്തെടുക്കുന്നൊരു ടൈമാണ് കേട്ടോ. ഈ മീനിന് വൈകുന്നേരമാണ് നമ്മൾ റോഡ് സൈഡിലേക്ക് കച്ചവടത്തിനായിട്ട് കൊണ്ടുപോകുന്നത്. ഫ്രഷ് മീനാണ്, ഐസൊന്നും ഇടേണ്ട ആവശ്യമില്ല. അത് ഡയറക്റ്റ് തന്നെ ഉറപ്പ് റോഡ് സൈഡിലേക്ക് പോകും, ഉടനെ തന്നെ വിറ്റ് തീരുകയും ചെയ്യും. ഏറ്റവും വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മീനാണ് കേട്ടോ ഇവർ കൊണ്ടുവരുന്ന മീൻ. കാരണം പ്രിസർവേറ്റീവ് അല്ല, കെമിക്കല, ഐസ ഒന്നും ഇടാതെ ഡയറക്റ്റ് നമ്മൾ കടപ്പുറത്തുനിന്ന് സെല്ല് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ ഇവരുടെ മീന്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു സോ മച്ച്.